ഫ്ലക്സ് ബോർഡിന്റെ വലിപ്പത്തിൽ ഇതുവരെയുള്ള റെക്കോർഡുകൾക്ക് ചെക്ക് വെച്ച് മലപ്പുറം മുണ്ടയിലെ ബ്രസീൽ ഫാൻസ് 400 അടി നീളമുള്ള ഫ്ലക്സ് ബോർഡാണ് ബ്രസീൽ ആരാധകർ ഉയർത്തിയിരിക്കുന്നത്. മുണ്ടയിലെ അർജന്റീനക്കാർ ഇതിലും വലിപ്പത്തിൽ ഫ്ലെക്സ് വെച്ചാൽ അത് മറികടക്കാനുള്ള പ്ലാൻ ബിയും തങ്ങളുടെ പക്കലുണ്ടെന്ന് ബ്രസീൽ ഫാൻസ് പറയുന്നു. ഗൂഗിൾ കെ വേണുഗോപാൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 10-ന്റെ 50-ന്റെ ഒക്കെ കളി കഴിഞ്ഞു. ഇപ്പൊ 100-ന്റെ 400-ന്റെ ഒക്കെ കളിയാ. നിലമ്പൂര് മുണ്ടയിൽ ജാസ് മുണ്ട എന്ന് പറഞ്ഞ ക്ലബ്ബാണ് ഏറ്റവും വലിയ ഒരു ഫ്ലക്സ് ബോർഡ് ഇവിടെ ഉയർത്തിയിട്ടുള്ളത്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ പണി അവർ ഇന്ന് രാവിലെയാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ബ്രസീൽ ഫാൻസ് ഇവിടെയുണ്ട്. ഇത് ആദ്യം തന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ ഈ ഒരു ഫ്ലക്സ് ബോർഡ് വെക്കുമ്പോൾ അതായിരിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ ഫ്ലക്സ് ബോർഡ്? അങ്ങനെ ഒരു തീരുമാനത്തിന് പുറത്ത് വെച്ചാണോ? ഞങ്ങൾ വെക്കുമ്പോ എന്താ വെച്ചാല് ഞങ്ങളായിരിക്കണം ഫസ്റ്റ് എന്ന ഉദ്ദേശത്തിൽ തന്നെ വെച്ചത്. ഇനി ആരെങ്കിലും നീട്ടാണെങ്കിൽ അതിൽ കൂടുതൽ നീട്ടാനും വേണ്ടി ഞങ്ങൾ വെച്ചാണ്. പിന്നെ എന്താ വെച്ചാൽ ഞങ്ങൾ ഈ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിനെ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ അവിടെ അർജന്റീന, ഇവിടെ അവിടെ പോർച്ചുഗൽ, ക്രൊയേഷ്യ, ഈ സൈഡിന്റെ ബ്രസീല്, അങ്ങനെ എല്ലാം നമ്മളെ മുണ്ട നാട്ടിലുണ്ട്. അപ്പോ ഈ 400 അടി എന്ന് പറഞ്ഞാല് ചെറുതല്ലാന്ന് ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ പാലക്കാട് 150 അടിയായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഈഗോ ഒക്കെ കയറിയിട്ട് അതിന്റെ ഡബിൾ വെക്കാന്നുള്ള ഒരു ലക്ഷ്യത്തോടെ ഇറങ്ങി തിരിച്ചാണ്. ഇതിനിപ്പം ഇപ്പം അർജന്റീന ആരാധകർ അപ്പുറത്ത് ഫ്ലക്സ് വെക്കുന്നത് നിങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ക്ലബിലെ ആളുകൾ തന്നെയാണ്, തികച്ച സൗഹൃദം തന്നെയാണ്. ഞങ്ങള് ഒരു ക്ലബിന്റെ കീഴിലുള്ള ആൾക്കാരാണ്. അർജന്റീന ഫാൻസും പോർച്ചുഗൽ ഫാൻസും പിന്നെ അപ്പുറത്ത് ക്രൊയേഷ്യ ഫാൻസും വെക്കുന്നുണ്ട്. വേൾഡിലെ വലിയൊരു ഫ്ലക്സ് ഇവിടെ ക്രൊയേഷ്യന്റെ ഉയരുന്നുണ്ട് നാളെ. അത് നാളെ ഒരു 10 മണിയാകുമ്പോൾ ഉയരും. ഇതിന് 400 അടിന് മുകളിലുണ്ടെന്നാ പറയുന്നത്. 400 അടിന്റെ അല്ല, അത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൊയേഷ്യന്റെ ഫ്ലക്സ് മെൻഷൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ആട്ടോ അത്. എന്നാലും ഇതിന് വലിയൊരു പൈസ ചെലവായിട്ടുണ്ടാവും. ഏകദേശം എത്ര ആയിട്ടുണ്ട്? 1.5 ലക്ഷം റുപ്യ ചെലവ് വന്നിട്ടുണ്ട്. ഇനി ഞങ്ങൾ ഇവിടെ അർജന്റീനക്കാര് ഒരു 610 അടി ഒരു വെക്കുന്നുണ്ട്. ഞങ്ങൾ ശരിക്കും വാശി പിടിപ്പിച്ചാൽ ഞങ്ങൾ 1000-ന്റെ മേലെ വെക്കാൻ ഞങ്ങൾ തയ്യാറെടുക്കും. ഞങ്ങളോട് ഇത് വെക്കാനൊക്കെ കൂടി ഈ ഫ്ലക്സിന്റെ മാത്രം പൈസയാണോ അല്ല ബാക്കി ഫ്രെയിം, പണിക്കൂലി എല്ലാം ഉൾപ്പെടെയാണോ? അത് അല്ല പണിയൊക്കെ എങ്ങനെയായിരുന്നു? പണി എങ്ങനെയാ വെച്ചാല് പുറത്തുനിന്ന് ഒരാള് ഞങ്ങളിവിടെ കൂലിയായിട്ട് ഒരു രൂപ പോലും കൊടുത്തില്ല. ഞങ്ങൾ ഈ ബ്രസീൽ ഫാൻസ് ഇവിടെ എല്ലാവരും സ്വന്തം പണി ഒഴിവാക്കിയിട്ടും രാവും പകലും ഇല്ലാതെ മഴയും വെയിലത്തൊക്കെ പണിയെടുത്തിട്ടാണ് ഈ കാണുന്ന റെക്കോർഡ്. ഇപ്പൊ ഗൂഗിളിൽ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോ വേൾഡ് ലാർജസ്റ്റ് ഫ്ലക്സ് എന്ന് അടിച്ചപ്പോ ഞങ്ങളെ ഫ്ലക്സ് ആയിരുന്നേ. അതിൽ കൂടുതൽ അഭിമാനിക്കാൻ ഞങ്ങൾക്ക് എന്തല്ലേ. എന്തായാലും വലിയ ആവേശത്തിലാണ്. മറ്റന്നാൾ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ലോകകപ്പ് ആരംഭിക്കുകയായി. അപ്പൊ ആ കളി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കും കാണുക. നമുക്ക് ഈ ദൃശ്യത്തിന്റെ ഏറ്റവും അവസാനം കാണാൻ വേണ്ടി പറ്റും. നമ്മളും നമ്മുടെ രാജ്യം ഇന്ത്യയുടെ ടീം അംഗങ്ങളും കൂടി ഈ വേൾഡ് കപ്പിലേക്ക് ഒരിക്കൽ എത്തുമെന്നൊരു പ്രതീക്ഷയും സന്തോഷവും ഒക്കെ അത്ര പ്രത്യാശയൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ഭാഗം കൂടി ബ്രസീൽ ആരാധകർ ഈ ഫ്ലക്സിന്റെ ഭാഗമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം വാഹനാപകടത്തിൽ മരിച്ച ജോട്ടോയുടെ ചിത്രമൊക്കെ ഈ ഫ്ലക്സിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തികച്ചും പൂർണ്ണമായും നമ്മൾ ഈ ഫ്ലക്സ് ബോർഡുകൾ കണ്ടു കഴിഞ്ഞാൽ ബ്രസീൽ ആരാധകർ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഫുട്ബോളിനെ എത്രത്തോളം അവർ സ്നേഹിക്കുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യൻ ടീമിന് ലോകകപ്പിലേക്ക് കയറിക്കൂടാൻ പറ്റാത്തതിന്റെ ഒരു വിഷമമുണ്ട്. നമ്മൾ ഒരിക്കൽ ഇതിന്റെ ഭാഗമാകുമെന്നൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. ജോട്ടോയുടെയൊക്കെ ഫ്ലക്സ് അല്ലെങ്കിൽ ചിത്രം ഇതിൽ ഉൾപ്പെടുത്തിയതിൽ കൂടി അവർ എത്രത്തോളമാണ് ഈ ഒരു കായികത്തെ, ഫുട്ബോൾ എന്ന് പറയുന്ന വിനോദത്തെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മുഹമ്മദ് അഷക്കിനൊപ്പം ഗൂഗിൾ കെ വേണുഗോപാൽ, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.